എല്ലാവരും സുഖം തന്നെയല്ലേ? ഇവിടെ ആർക്കും വലിയ സുഖമൊന്നുമില്ല, അതുകൊണ്ടാണ് വരാതിരുന്നത്. മോന് തീരെ വയ്യ, നല്ല പനി ചുമയൊക്കെ ഇരിക്കുന്നു, എനിക്കും വയ്യ. അപ്പൊ എന്തായാലും 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു രാജ്മ മസാലയാണ്. നിങ്ങൾ ഒരുപാട് പേര് എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്ന റെസിപ്പി ആയിരുന്നില്ലേ? അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ മസാല തയ്യാറാക്കാം നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് രാജ്മ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം എന്താ വേണ്ടത്? രാജ്മ അല്ലേ. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലത്തെ ഐക്യ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് രാജ്മയുടെ അളവാണ് പറയാൻ പോകുന്നത്. ഇതേപോലത്തെ രാജ്മ എടുക്കുക. ഒന്നില്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ രാജ്മയൊക്കെ കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്മ എടുത്ത് കുറച്ചധികം വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക. ഞാനിപ്പോൾ രാജ്മ വെള്ളത്തിലിട്ട് മറന്നുപോയി ആക്ച്വലി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോളം നന്നായി തിളപ്പിച്ചെടുത്തു. എന്നിട്ട് വെള്ളം കൂറ്റി കളഞ്ഞ് വെച്ചിരിക്കുന്ന രാജ്മയാണിത്. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന രാജ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുന്ന രാജ്മയാണ്. അതായത് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. വാങ്ങിച്ചിട്ടുള്ള രാജ്മ എന്ന് പറയുമ്പോൾ 8-10 വിസിൽ വന്നു കഴിഞ്ഞാലും വേവില്ല. അപ്പോൾ ഇത് എനിക്ക് നല്ല പെട്ടെന്ന് വേവുന്ന രാജ്മ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 വിസിൽ മാത്രമേ വെക്കുന്നുള്ളൂ. അതേസമയം നിങ്ങളുടെ കയ്യിലുള്ള രാജ്മ അധികം സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 6-7 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് ഡിപ്പെൻസ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 3 വിസിലുകൊണ്ടൊക്കെ സുഖമായിട്ട് വേവും. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കുക്കറിൽ വേവിക്കുന്ന കാരണം ഉപ്പ് നമുക്ക് ആദ്യം ഇടാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ പറയും ഉപ്പിട്ട് കഴിഞ്ഞാൽ പയറുവർഗ്ഗങ്ങളൊക്കെ വേവാൻ ടൈം കൂടുതൽ എടുക്കുന്നത്. പക്ഷേ കുക്കറിൽ വേവിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളെ വരുന്നില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. 3 വിസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുള്ള രാജ്മയുടെ വേവ് അനുസരിച്ച് കുക്കിംഗ് ടൈം ഡിഫറൻസ് വരും. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞ് നോക്കിയിട്ട് അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വേവിച്ചെടുത്താൽ മതിയാവും. ഓക്കെ, രാജ്മ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പത്തടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സവാള ഈ ഒരു അളവിൽ 200 ഗ്രാം, അതായത് അത് 200 ഗ്രാമാണ് കേട്ടോ. ഗ്രാമിന്റെ അളവ് ചോദിക്കുകയാണെങ്കിൽ 200 ഗ്രാമാണ് 1 ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ 2 വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. സവാള വഴറ്റേണ്ട ആവശ്യമില്ല, വഴറ്റാതെ തന്നെ നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലോട്ട് സവാള ചെറുതാക്കി അങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇതേപോലെ തന്നെ അരച്ചെടുക്കണം. പക്ഷെ തനിയെ അരയ്ക്കണം എന്ന് മാത്രം. ആദ്യം സവാള നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം മാത്രം തക്കാളി അരച്ച് മാറ്റി വയ്ക്കാം. സവാളയുടെ അതേ വലിപ്പത്തിലുള്ള തക്കാളിയാണ് നമുക്ക് വേണ്ടത്. അത് 3 തക്കാളി. 2 സവാളയ്ക്ക് 3 തക്കാളിയാണ് കണക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് അരച്ചെടുക്കാം. 2 സവാള ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പിങ്ക് കളർ അല്ലേ സവാളയ്ക്ക്? ആ സവാളയുടെ കളർ, പുറത്തെ തൊലിയുടെ കളർ നല്ല പിങ്ക് കളറായിരുന്നു. അപ്പൊ ഇത് നന്നായിട്ട് വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാണ്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സി ഒന്ന് ജസ്റ്റ് കഴുകിയതിന് ശേഷം അതിലേക്ക് 3 തക്കാളി അരച്ചെടുക്കണം. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മിക്സിയിലോട്ട് 3 വലിയ തക്കാളി, സവാള എത്ര വലുതാണോ അത്രയും അളവിലുള്ള തക്കാളി. ഇത് നല്ല പഴുത്ത, അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് അധികം പുളിയുള്ള തക്കാളിയാണ് ഉള്ളതെങ്കിൽ 2 എണ്ണം മതിയാവും. അപ്പൊ തക്കാളിയുടെ എണ്ണം നിങ്ങൾ നിശ്ചയിക്കുക. നമ്മൾ സാധാരണ പയറും പരിപ്പും വെക്കുന്ന പോലെ. രാജ്മ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ പയറായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ശരിയായ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ റിയലായ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇതും ഇതേപോലെ തന്നെ തക്കാളി അരച്ചെടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക്. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ഓവറായിട്ട് ചൂടാവാൻ പാടില്ല. അതായത് ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ് ഇട്ട് കൊടുക്കുക. അതായത് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഒരുപാട് പേര് നല്ല ജീരകവും പെരുംജീരകവും നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ക്യൂമിനാണ്. ഫെനൽ സീഡ്സ് എന്ന് പറഞ്ഞാലാണ് പെരുംജീരകം. അത് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതിന്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവാള, വെള്ളം ചേർക്കാണ്ടാണ് അരച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ ഇതങ്ങ് വഴറ്റിയെടുക്കാൻ പറ്റും. സവാളയുടെ പച്ച ടേസ്റ്റ് മാറുന്ന, അതായത് പച്ചമണം മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുത്തോണ്ടിരിക്കും. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ തീ വെച്ചിരിക്കുന്നത്. അത് സൂക്ഷിക്കുക. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഐ മീൻ ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എളുപ്പമാണ്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇതൊന്ന് വഴണ്ട് വരേണ്ട ഒരു അവകാശം മാത്രമേ ഉള്ളൂ. രാജ്മ മസാല ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമാവാറൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് കാര്യമായിട്ട് ഉണ്ടാക്കാറുമില്ല. പക്ഷെ എൻ്റെ മൂത്ത മോന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നോട് പറയാം അമ്മ അങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തോ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ജാന്റെ കസിനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. ഒരു അമേരിക്കയിൽ പോണ വഴിയിൽ ഒരു ദിവസം ദുബായിൽ നമ്മുടെ വീട്ടിലായിരുന്നു സ്റ്റേ. അങ്ങനെ ഭർത്താവ് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ കൂടെ നമ്മളിങ്ങനെ രാജ്മയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ
വർഷിനാണ് പറഞ്ഞത്, നിധി എന്നാണ് കുട്ടിയുടെ പേര്. നിധി ഭയങ്കര നന്നായിട്ട് രാജ്മ വെക്കും ചേച്ചി, റെസിപ്പി വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു. നിധി നോർത്ത് ഇന്ത്യയിലാണ്, നോയിഡയിലാണ് അവളുടെ വീട്. അപ്പോൾ അങ്ങനെ എന്നോട് ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ചേച്ചി വീഡിയോ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ, അവൾ പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ റെസിപ്പി വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കി. ഇപ്പോൾ ഇവിടെ ജാനും അഭി അപ്രൂവ് ചെയ്തു, എനിക്ക് നന്നായി തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. എന്തായാലും മോശമല്ല, അത് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നിധിക്കുട്ടി, താങ്ക് യു സോ മച്ച് ഡിയർ. ഇതാ വീഡിയോ വരുന്നു. പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഈ തവിയൊക്കെ ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു. ഇത് ബുഡാപെസ്റ്റിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഞാനിങ്ങനെ പുറത്ത് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ഇതുപോലത്തെ സ്പൂണുകളും തവികളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അല്ലാണ്ട് ഒരുപാട് എക്സ്പെൻസീവ് ആയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. അപ്പോൾ അതിലുള്ളത് വെച്ച് ചീപ്പായിട്ട് നോക്കിയിട്ട് പക്ഷേ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദുബായിൽ നിന്നാണോ എവിടെ നിന്നാണെന്നൊക്കെ. അപ്പോൾ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളകാണ്. 2 പച്ചമുളക് ഒന്ന് നടുവേ കീറി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആദ്യം ഈ ജീരകം പൊട്ടിക്കണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അതിന് പകരം നമ്മൾ എന്തായാലും ജീരകത്തിൻ്റെ പൗഡർ ഇടുന്നുണ്ട്. ചിലർക്ക് ജീരകം അങ്ങനെ കടിക്കുന്ന ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ജീരകം പൊട്ടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്തു എന്ന് മാത്രം. സവാളയുടെ പച്ചമുളക് നന്നായി മാറട്ടെ, അതുവരെ അത് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇതപ്പോൾ തന്നെ കഴിഞ്ഞ എപ്പിസോഡ്സിൽ കുറേ പേര് ചോദിച്ചിരുന്നത് ഈ പാത്രം ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചതെന്നാണ്. കാരണം സത്യം പറഞ്ഞാൽ ഈ പാത്രം ഞാൻ വാങ്ങിച്ചതല്ല. എനിക്ക് ഈ കുക്ക് ടോപ്പ് വാങ്ങിച്ചപ്പോൾ എനിക്ക് അവനെ ഗിഫ്റ്റ് തന്നതാണ് 2 പാത്രവും. ഇത് കമ്പനിയുടെ നെയിം ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും. ഇതിന്റെ പേര് നിയോഫ്ലാം എന്നാണ്, അതായത് NEOFLAM കേട്ടോ. നിയോഫ്ലാം എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. തീ കുറച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ചിട്ടാൽ മതി. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലോട്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. എല്ലാം ടീസ്പൂണാണ്, ടേബിൾ സ്പൂണേ അല്ല. ചെറിയ സ്പൂണിൽ ആണ് അളവ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ പച്ചമണം മാറുന്നവരെ, പൊടികളുടെ പച്ചമണം മാറുന്നവരെ അങ്ങ് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക. ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റാൻ പാടില്ല, കാരണം പൊടികൾ പെട്ടെന്ന് തന്നെ അതങ്ങ് കരിഞ്ഞു പോകും. ഒരുപാട് എരിവുള്ള കറിയല്ല, എന്നാൽ പോലും നോക്കുമ്പോൾ എന്നാൽ എരിവുണ്ട് താനും. അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പാണ് മുന്നിട്ട് നിൽക്കുന്നത് ഈ കറിക്ക്. അപ്പോഴാണ് ആ രാജ്മയുടെ ഒരു എന്താ പറയുക, രാജ്മയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ടേസ്റ്റിനെ ഓവർകം ചെയ്യാനുള്ള ചെറിയൊരു പുളി മുന്നിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കോളൂ. അപ്പോൾ ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് മാറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയും വേവിച്ചെടുക്കണം. കാരണം തക്കാളി നമ്മൾ വഴറ്റാണ്ടല്ല അരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചമണം ഉണ്ടാവും, പച്ച ടേസ്റ്റ് ഒക്കെ നന്നായി മാറണം. അതിനുവേണ്ടി നമുക്ക് അടച്ച് മീഡിയം ഫ്ലെയിമിലെത്തതിന് ശേഷം തക്കാളി നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കണം. അതിന് ശേഷം മാത്രം വേവിച്ച രാജ്മ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ രാജ്മ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പുറത്തെ അടുപ്പിൽ. അപ്പോഴേക്കും നമ്മളെ ഗ്രേവി റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ജോലി എളുപ്പമായി കിട്ടും. ഇത് അടക്കി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതിലൊരു അടിയിലൊന്നും പിടിക്കില്ല. എന്നാൽ പോലും നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറണേ, അത് ശ്രദ്ധിക്കണം കേട്ടോ. തക്കാളി നന്നായിട്ട് കുക്ക് ആവണം. ഹറിബറിയിൽ തക്കാളി കുക്ക് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല, പച്ചച്ചോവ ഉണ്ടാവും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമുക്ക് ഞാൻ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ അങ്ങ് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കണം, ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അങ്ങ് തിളച്ച് വീണ്ടും ഇതിലത്തെ ആ തക്കാളിക്ക് നന്നായിട്ട് വെന്തൊരു നല്ല പ്രത്യേക സ്മെല്ല് വരണം, ടേസ്റ്റും വരണം കേട്ടോ. ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഓൾറെഡി രാജ്മയിൽ ഇട്ടിട്ടുണ്ട്, എന്നാൽ പോലും ഈ തക്കാളിയിലോട്ടൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കട്ടെ. അതിനുവേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ രാജ്മ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മാറ്റി വെക്കുകയാണേ. ഒരു 3 വിസിലുകൊണ്ട് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ നല്ല ടൈപ്പ് രാജ്മയാണ്, പെട്ടെന്ന് വേവുന്നതാണ്. അതേസമയം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം വേവിച്ചോളൂ. നമ്മുടെ തക്കാളിയുടെ ഒക്കെ പച്ച ടേസ്റ്റ് ഒക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മ ചേർത്ത് കൊടുക്കാം. രാജ്മ വേവണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഓവറായിട്ട് അങ്ങ് വെന്തുടയാന്നല്ല, എന്നാലും അത്യാവശ്യം വെന്ത് കഴിഞ്ഞാലാണ് കറക്റ്റ്. ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം എടുത്തിട്ട്. ഇപ്പോൾ ഒരു രാജ്മ
വെന്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി വെന്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പരുവാണ് കേട്ടോ രാജ്മ. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. കാരണം ഈ രാജ്മ ഇട്ടതിന് ശേഷം കുറച്ചും കൂടെ നേരം നമുക്കിതങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ആ രാജ്മയിലോട്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് അങ്ങ് ചേരുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 2 ഗ്ലാസും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഇരുന്ന് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്ന ഒരു കറിയാണ്. ഗ്രേവി വേണം. ഗ്രേവി ഒട്ടും ഇല്ലാണ്ട് വെക്കുകയാണെങ്കിൽ ഒരു കട്ടപ്പായസം പോലെയാവും കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോൾ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ 2 ഗ്ലാസും കൂടെ വെള്ളം ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി അങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ നോക്കട്ടെ. പിന്നെ ഒരു കയ്യിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് കുറച്ച് പോർഷൻ മാത്രം നമ്മുടെ രാജ്മ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒരു നല്ല ഫ്ലേവർ വരും രാജ്മയുടെ. കുറച്ച് പോർഷൻ മാത്രം മതി. അതിന് അത്യാവശ്യം വെന്തിട്ടുള്ള രാജ്മയാണിത്. ഓവറായിട്ട് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആകെപ്പാടെ കഷ്ണങ്ങളൊന്നും കടിക്കാൻ കിട്ടില്ല നമ്മുടെ രാജ്മ മസാലയിൽ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് മാത്രം ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ ടേസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ. അതായത് എരിവും പുളിയും എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സംഭവം കുശാലാണ് കേട്ടോ. അതിൽ ഉപ്പ് കുറവാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ രാജ്മയ്ക്ക് ഒരു മത്ത് ടേസ്റ്റ് പോലെ, അതായത് നമ്മൾ സാധാരണ പയർ കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ലേ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ല. ചില ഒരു രാജ്മ മസാല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു പുളിപ്പുരസം മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രാജ്മയുടെ ഒരു മത്ത് ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നന്നായി ഇത് തിളച്ച് നന്നായി യോജിച്ച് അപ്പോൾ കുറച്ചും കൂടെ നേരം നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്കിനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ. 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ മതിയാവും. മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഗരം മസാല ചേർത്തിട്ടില്ല, അവസാനം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ ചെറിയ പീസ് ശർക്കര. ഓപ്ഷണലാണത്, നിർബന്ധമൊന്നുമില്ല. ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു പീസ് കേട്ടോ, പേരിന് വേണ്ടി മാത്രം. അതല്ലെങ്കിൽ ഒരു പിഞ്ച് ഷുഗർ. നന്നായി ഇത് തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഫൈനലായിട്ട് ഒന്നും കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഫൈനലായിട്ട് ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇങ്ങനെ മുറിച്ചിടുന്നത് അത് നമ്മൾ സെർവ് ചെയ്യുമ്പോഴും പച്ചമുളക് മുറിച്ചിടാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സവാള ഇതേപോലെ കട്ട് ചെയ്തിട്ട് മുകളിൽ വെതറി കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ ഒരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയും അതേപോലെ തന്നെ തക്കാളിയുടെയും പച്ച ടേസ്റ്റ് നന്നായിട്ട് മാറണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മുടെ മസാലയ്ക്ക് കിട്ടുള്ളൂ. എപ്പോഴും ആൾക്കാർ തിരക്ക് പിടിച്ച് കാണിട്ട് ഇതൊക്കെ പച്ചമണം മാറുന്നേക്കാൾ മുമ്പ് എല്ലാ സംഭവങ്ങളും എടുത്ത് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ ഒന്നും കൂടെ. അപ്പോൾ അടിപൊളിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. ഇത് മതി. അതിന് ഓവറായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇരുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് തിക്കായിട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും ആ കൺസിസ്റ്റൻസി സൂക്ഷിക്കുക. തണുത്ത് കഴിഞ്ഞാലും ഓവറായിട്ട് അങ്ങ് തിക്നെസ് വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ സ്പൂൺ എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഓക്കെ, ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫൈനലി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില വെതറി കൊടുക്കുക. ഇത് അടച്ചു വയ്ക്കുക. ആ ഫ്ലേവറൊക്കെ വന്നോട്ടെ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മളിനി സെർവ് ചെയ്യുമ്പോൾ രാജ്മ മസാല പോലുള്ള മസാല കറികൾ സെർവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ലെമൺ ചെറുതാക്കി മുറിച്ച് എടുത്ത് വെക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ പ്ലേറ്റിൽ വെക്കുകയാണെങ്കിൽ അത് ചില ആൾക്കാർക്ക് അതിൻ്റെ മുകളിൽ തൂയി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലെമൻ്റെ വെഡ്ജ് പിഴിഞ്ഞൊഴിക്കാനും ഇഷ്ടമാണ്. അതേസമയം ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനാണെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ലെമൺ ജ്യൂസ് ഒഴിച്ച് ആണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇത് ബീറ്റ്റൂട്ട് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചപ്പാത്തിയുടെ കൂടെ, ഭട്ടൂരയുടെ കൂടെ, പൂരിയുടെ കൂടെ, എന്തിൻ്റെ കൂടെയാണെങ്കിലും സെർവ് ചെയ്യാം. ഇതാ ഞാനിത് തുറന്നു, അടച്ചു വെച്ചിരുന്ന സംഭവം തുറന്നു നോക്കിയിട്ടാണ് കണ്ടത്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറക്റ്റ് പരിവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള രാജ്മ മസാല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്